ശാന്തമായി തെളിനീരോടെ ഒഴുകിയിരുന്ന അഷ്ടമുടിക്കായലിന് നിറം മാറിയത് പൊടുന്നനെയായിരുന്നു. വെള്ളത്തിന് നിറമില്ലെന്ന് പറയാറുണ്ടെങ്കിലും അന്നത്തെ ദിവസം വെള്ളത്തിന് നിറം കൈവന്നു. രക്തത്തിൻ്റെ ചുവപ്പ് നിറം. അന്ന് മാത്രമല്ല, തുടർന്ന് 5 ദിവസത്തോളം അഷ്ടമുടിക്കായലിൻ്റെ നിറം രക്തനിറമായിരുന്നു. കേരളത്തെ നടുക്കിയ 100-ലേറെ പേർക്ക് മരണവും 200-ലേറെ പേർക്ക് പരിക്കുകളും നൽകിയ പെരുമൺ ട്രെയിൻ ദുരന്തത്തിന് ഇന്ന് 36 വയസ്സ്. 1988 ജൂലൈ 8 കൊല്ലം ജില്ലയിലെ പെരിനാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. പെരുമൺ ദുരന്തത്തിൽ 105 പേർ മരണപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പതിവിലും നേരത്തെ എത്തിയ ഐലൻഡ് എക്സ്പ്രസിന്റെ എഞ്ചിൻ പെരുമൺ പാലം കടന്ന് നിമിഷങ്ങൾക്കകം ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അജ്ഞാതമായി തുടരുകയാണ്. ദുരന്ത ദിനത്തിൽ കോരിച്ചൊരിയുന്ന മഴയുണ്ടായിരുന്നു. അന്നേ ദിവസം പാലത്തിന് സമീപം പാളത്തിൽ പണികളും നടന്നിരുന്നു. ജാക്കി വെച്ച് പാളം ഉയർത്തിയ ശേഷം ട്രാക്കിൽ മെറ്റലിടുന്ന പണിയായിരുന്നു നടന്നിരുന്നത്. ഈ സമയം കടന്നു പോകുന്ന ട്രെയിനിന്റെ വേഗത 10 കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കണമെന്നാണ് നിയമം. ഇതിനായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കൊടി കാണിച്ച് ലോക്കോ പൈലറ്റിന് വിവരം നൽകുകയും വേണം. എന്നാൽ ഐലൻഡ് എക്സ്പ്രസ് എത്തുന്ന സമയത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ അടുത്ത കടയിൽ പോയതായാണ് വിവരം. പണി നടക്കുന്നത് അറിയാതെ പോയ ഐലൻഡ് എക്സ്പ്രസ് 80 കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നു പാലത്തിലൂടെ കടന്നു പോയതെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. ട്രെയിനിലെ ഓട്ടോമാറ്റിക് സ്പീഡ് മീറ്ററിൽ ഈ വേഗം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ട്രെയിൻ പാളം തെറ്റി ഉരഞ്ഞതിൻ്റെ അടയാളങ്ങൾ അന്നത്തെ തടി സ്ലീപ്പറിൽ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട്. എന്നാൽ ഇതൊന്നും റെയിൽവേ അനുവദിച്ചു തന്നിട്ടില്ല. അപകടം നടന്നത് ചുഴലിക്കാറ്റ് മൂലമാണെന്നാണ് റെയിൽവേയുടെ ഔദ്യോഗിക അന്വേഷണ സംഘം അവകാശപ്പെടുന്നത്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് ബാംഗ്ലൂരിലെ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ അപകടം നടന്ന് ആദ്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി കുറ്റം ചുഴലിക്കാറ്റിൻ്റെ പേരിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ അന്നേ ദിവസം ചെറിയ മഴയും നേരിയ കാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സമീപവാസികൾ പറഞ്ഞതായി അന്നത്തെ റിപ്പോർട്ടുകൾ പറയുന്നു. എഞ്ചിൻ പാളം തെറ്റിയത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബോഗികൾ കൂട്ടിയിടിച്ച് അഷ്ടമുടിക്കായലിലേക്ക് വീഴുകയാണ് ഉണ്ടായതെന്ന് മറ്റൊരു വാദവുമുണ്ട്. എന്നാൽ യഥാർത്ഥ ദുരന്ത കാരണം ഇന്നും അജ്ഞാതമാണ്. എന്തായാലും സംഭവം ചുഴലിക്കാറ്റിൻ്റെ പേരിലാക്കിയതോടെ അന്നത്തെ റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധ്യക്ക് രാജിവെക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു. 2013 പെരുമൺ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അന്വേഷണം എവിടെയും എത്തിയില്ല. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിയില്ലെന്ന് പോലീസ് സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതോടെ 2019 കേസ് അവസാനിപ്പിച്ചു. ആകെ 105 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം ഇന്നും കേരളത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലൊന്നാണ്. കായലിന്റെ ഓളപ്പരപ്പുകളിൽ ഒഴുകി നടന്ന മൃതദേഹങ്ങൾ ആരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. അപകടം നടന്ന് 5-ാം ദിവസം മാത്രമാണ് അവസാനത്തെ മൃതദേഹവും കരക്കടുപ്പിക്കാനായത്. നിരവധി മനുഷ്യരുടെ യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച ആ ദുരന്തം കഴിഞ്ഞ് 36 വർഷങ്ങൾക്കിപ്പുറവും റെയിൽവേ കാര്യമായി ഒന്നും പഠിച്ചിട്ടില്ലെന്ന് കൂടി ഈ അവസരത്തിൽ പറയാതെ വയ്യ. ഒഴിവാക്കാൻ 100 വഴികളുണ്ടായിട്ടും ആരുടെയൊക്കെയോ അനാസ്ഥ മൂലം റെയിൽവേ അപകടങ്ങൾ ഇന്നും തുടർക്കഥയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.